10 വയസ്സുകാരിയെ 3 വർഷം ലൈംഗികമായി പീഡിപ്പിച്ച 52-കാരന് 20 വർഷം കഠിന തടവും പിഴയും. കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം. തൃശൂർ നഗരത്തിൽ അപകടകരമാവിധം യുവാവിന്റെ സ്കേറ്റിംഗ് പ്രകടനം. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കാക്കി. കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം. മഞ്ചേരി സ്വദേശിയായ സാബിത്തിനെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. ഗുരുതരമായ കേസായിട്ടും തിടുക്കത്തിൽ ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധവും ഉയരുകയാണ്. അതേസമയം അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇന്നലെ രാവിലെ ബീച്ച് റോഡിൽ വെള്ളയിൽ ഭാഗത്താണ് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ വടകര കടമേരി സ്വദേശി ആൽവിൻ എന്ന 20-കാരന് വണ്ടിയിടിച്ച് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. അപകടമുണ്ടാക്കിയ തെലുങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് ജീവാഗൺ ഓടിച്ചത് മഞ്ചേരി സ്വദേശി സാബിത്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഡിഫൻഡർ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റഡിയിലെടുത്ത 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം 2 പേരുടെ മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ദൃക്സാക്ഷികൾ ബെൻസ് കാറാണ് കാർ റേസിംഗ് ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഇടിച്ചതെന്ന് പറഞ്ഞിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് ബെൻസ് ജി വാഗൺ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. അന്വേഷണത്തിൽ നമുക്ക് പ്രതികളെ കാര്യമായി ചോദ്യം ചെയ്തതിലും ഈ 2 വണ്ടിയുടെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് ജീവാഗൺ ഓടിച്ചിരുന്നതെന്നും ആ ബെൻസ് ജീവാഗൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇടിച്ച വാഹനം ഏതാണെന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യത്തിനാണ് ഉത്തരമായിരിക്കുന്നത്. തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാർ ഒരാഴ്ച മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും എത്തിച്ചത്. വാഹനത്തിന് ഇൻഷുറൻസ് രേഖകളുമില്ല. അപകടത്തിൽപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് വാഹനം മാറ്റി പറഞ്ഞതെന്നും സാബിത്തും ഡിഫൻഡർ ഓടിച്ചിരുന്ന ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 1999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു കാർ ചേസിംഗും പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണവും. വാഹനോടമയുടെ ജീവനക്കാരനാണ് സാബിത്ത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധയോടെ വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. സാബിത്തിന്റെയും റയീസിന്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിലുള്ള റീൽസ് ചിത്രീകരണവും വരുത്തിവെക്കുന്ന ദുരന്തങ്ങളിലേക്കാണ് ഈ അപകടവും വിരൽ ചൂണ്ടുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന ശക്തമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ശ്രമം. ക്യാമറമാൻ സനലിനോടൊപ്പം ദുസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. 10 വയസ്സുകാരിയെ 3 വർഷം ലൈംഗികമായി പീഡിപ്പിച്ച 52-കാരന് 20 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം വർക്കല അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. പിഴത്തുകയിൽ നിന്നും 50,000 രൂപ കുട്ടിക്ക് നൽകുവാനും കോടതി ഉത്തരവിട്ടു. പ്രതിയായ ചന്ദ്രദാസിന്റെ വീട്ടിൽ നിരന്തരമായി TV കാണാൻ എത്തിയിരുന്ന കുട്ടിയെയാണ്
3 വർഷം തുടരെ പീഡിപ്പിച്ചത്. കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും പ്രതിയെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഭയവുമായിരുന്നു മാതാപിതാക്കളിൽ സംശയം ഉയർത്തിയത്. തുടർന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന സംഭവം പുറത്തു വന്നത്. വർക്കല അതിവേഗ പ്രത്യേക കോടതി 3 വകുപ്പുകളിലാണ് ശിക്ഷ വിധിച്ചത്. 5 വർഷം വീതം 15 വർഷവും, പോക്സോ നിയമപ്രകാരം 4 വർഷവും, IPC 506 പ്രകാരം 1 വർഷവും എന്ന നിലയിലാണ് ശിക്ഷാവിധി. വർക്കല പോലീസ് കോടതിയിൽ നിന്നും പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ജനം, തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. ഇരവിപുരം സ്വദേശികളായ ഷിംനാസ്, അരുൺ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ കൊല്ലം മാടൻനടയിലുള്ള കുടുംബ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ സുരേഷ് ഗോപിയുടെ സഹോദരപുത്രനാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളും ഇരുമ്പ് പൈപ്പുകളും അടക്കം മോഷണം പോയിരുന്നു. ഇന്നലെ വൈകിട്ട് സംഭവം നമ്മുടെ അവിടെ ആൾ വന്നതാണ്. ആൾ വന്നപ്പോൾ ഇവർ ഈ പറഞ്ഞ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാം എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഗേറ്റ് വന്ന് തുറന്നപ്പോഴത്തേക്ക് ഈ സാധനമെല്ലാം ഇരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ആൾ കയറിയിട്ടുണ്ട്. അങ്ങനെ കയറി ഗേറ്റും എല്ലാം അടച്ച് ഇവർ നോക്കാൻ നേരത്തെ ഇവർ കണ്ട് അപ്പം തന്നെ മതിലടി, ഇവരുടെ സൈഡിൽ തന്നെ മതിലടി ഇറങ്ങി ഓടുമായിരുന്നു. ഈ കാവൽപ്പുര ഇരുപത് സൈഡിലോട്ട് ഇറങ്ങി ഓടുന്ന ഇതായിരുന്നു ഉണ്ടായ സംഭവം. തുടർന്ന് ഇരവിപുരം പോലീസിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇരവിപുരം സ്വദേശികളായ ഷിംനാസ്, അരുൺ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ നേരത്തെയും ഇരുവരും ചേർന്ന് മോഷണം നടത്തിയതായി സമ്മതിച്ചു. വീട്ടിൽ താമസക്കാരില്ലാത്തതിനാൽ മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല. പ്രതികളിൽ ഒരാളായ അരുൺ നേരത്തെയും മോഷണക്കേസിൽ പിടിയിലായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. തിരുവനന്തപുരം നെടുമങ്ങാട് മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. നെടുമങ്ങാട് സ്വദേശി നിയാസാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. നെടുമങ്ങാട് വില്ലേജിലെ വാളിക്കോട് മേബർ നിധി ലിമിറ്റഡ് സ്ഥാപനത്തിലായിരുന്നു പ്രതി മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ചത്. സംശയം തോന്നിയതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മുക്കുപണ്ടം എന്ന് മനസ്സിലായതോടെ നെടുമങ്ങാട് പോലീസിനെ വിവരം അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് നിയാസ്. നെടുമങ്ങാട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. ആംബുലൻസിന് സൈഡ് നൽകാതെ വാഹനത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി. തിങ്കളാഴ്ച രാത്രി എറണാകുളം വൈറ്റിലിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ കോട്ടയം സ്വദേശി VR ആനന്ദിന്റെ ലൈസൻസാണ് റദ്ദാക്കിയത്. രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ റിക്കവറി വാനുമായായിരുന്നു ആനന്ദിന്റെ അഭ്യാസ പ്രകടനം. വൈറ്റില ഭാഗത്തു നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുന്നിലാണ് റിക്കവറി വാൻ ഡ്രൈവർ സൈഡ് നൽകാതെ അഭ്യാസ പ്രകടനം നടത്തിയത്.
വൈറ്റില പാലം മുതൽ പാലാരിവട്ടം പാലം വരെയും റിക്കവറി വാൻ ആംബുലൻസിന് മാർഗതടസ്സമായി ഓടിക്കുകയായിരുന്നു. സൈറണും ഹോണും മുഴക്കിയെങ്കിലും അതൊന്നും കണക്കാക്കാതെയായിരുന്നു ഡ്രൈവിംഗ്. ഒടുവിൽ മറ്റു വാഹനയാത്രക്കാർ ഇടപെട്ട് റിക്കവറി വാൻ തടഞ്ഞു നിർത്തി ആംബുലൻസിന് വഴിയൊരുക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ സഹിതം എറണാകുളം RTO TM ജെർസന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവറെ വിളിച്ചു വരുത്തുകയും വാഹനം പിടികൂടുകയും ചെയ്തത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിനൊപ്പം വിവിധ കുറ്റങ്ങളിൽ 6250 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. റോഡ് സുരക്ഷാ ക്ലാസിൽ പങ്കെടുക്കാനും റിക്കവറി വാനിന്റെ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചലിലാണ് ആംബുലൻസുകൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. അവിടെയാണ് ആംബുലൻസുകളുടെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ മനസാക്ഷിയില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. പ്രത്യേകിച്ച് ബസ് ഡ്രൈവർമാരും കാർ ഡ്രൈവർമാരും എല്ലാം സമാനമായി തന്നെ ആംബുലൻസുകളുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന വിധം അതിനു മുന്നിൽ കടന്നുപോകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജീവനാണ് അതിലുള്ളത് എന്ന പരിഗണന പോലും ഇവരാരും നൽകുന്നുമില്ല. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. തൃശൂർ നഗരത്തിൽ യുവാവിൻ്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. തൃശൂർ സ്വരാജ് റോഡിലായിരുന്നു യുവാവിൻ്റെ അഭ്യാസ പ്രകടനം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകിൽ പിടിച്ച് യാത്ര ചെയ്തു. 2 ബസ്സുകൾക്കിടയിലൂടെയുള്ള അതിസാഹസികമായ സ്കേറ്റിംഗിന്റെ ദൃശ്യങ്ങളും പുറത്ത്. തിരക്കേറിയ റോഡിൽ യുവാവിന്റെ സ്കേറ്റിംഗ് മറ്റു യാത്രക്കാർക്കും അപകടകരമുണ്ടാക്കുന്ന വിധമായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. AR മേനോൻ റോഡ് വഴി നായ്ക്കനാൽ ജംഗ്ഷനിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച യുവാവ് മുനിസിപ്പൽ ഓഫീസ് റോഡ് വഴി ശക്തൻ നഗറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ജനം, തൃശൂർ. തിരുവനന്തപുരം കടേക്കാവൂരിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. 60 വയസ്സുള്ള ഉദയകുമാറാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത്. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കടക്കാവൂരിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഉദയകുമാർ പിടിയിലായി. യുവതിയുടെ കോടതി വ്യവഹാരങ്ങളിൽ നിയമസഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. വീട്ടിൽ അതിക്രമിച്ചു കയറി 2 ദിവസങ്ങളിലായി പീഡനം നടത്തിയെന്നാണ് പരാതി. രണ്ടാം ദിനം യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി പ്രതി രക്ഷപ്പെട്ടു. യുവതിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. ബലാത്സംഗം, പണം തട്ടിയെടുക്കൽ തുടങ്ങി 11ഓളം കേസുകൾ പ്രതിയാണ് ഇയാൾ. ജനം, തിരുവനന്തപുരം. തിരികെ കാക്കിയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം വിചാരണ കോടതിയിൽ ആരംഭിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ. 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമണത്തിനിരയായത്. പ്രോസിക്യൂഷൻ വാദമാണ് ഇന്ന് നടന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ നടൻ ദിലീപ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് ഗുണ്ടാ നേതാവ് പൾസർ സുനിയും സംഘവും നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. 2018 മാർച്ച് 8-നായിരുന്നു വിചാരണ ആരംഭിച്ചത്. ഷൂട്ടിങ്ങിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിന് പിന്നിൽ വാഹനം ഇടിപ്പിച്ചു നിർത്തുകയും നടിക്ക് നേരെ അതിക്രമം നടത്തിയ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതാണ് കേസ്. പൾസർ സുനി 1-ാം പ്രതിയും ദിലീപ് 8-ാം പ്രതിയുമാണ്. 2017 ജൂലൈ 10-നായിരുന്നു ദിലീപ് അറസ്റ്റിലായത്. 85 ദിവസം റിമാൻഡിലായിരുന്നു. സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കേസിൽ പുനരന്വേഷണവും നടന്നിരുന്നു. പൾസർ സുനിയിൽ മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണമാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തിയത്. പ്രതികളെല്ലാം ജാമ്യത്തിലാണുള്ളത്. ജനം, കൊച്ചി.
കണ്ണൂർ തോട്ടട ITIയിൽ SFI KSU സംഘർഷം. SFIക്കാർക്ക് മർദ്ദിക്കാൻ ക്യാമ്പസിലെ ചില അധ്യാപകർ തന്നെ ഒത്താശ ചെയ്തതായും ആരോപണം. സംഘർഷം റിപ്പോർട്ട് ചെയ്തെത്തിയ മാധ്യമ പ്രവർത്തകരെയും SFIക്കാർ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം യൂണിറ്റ് രൂപീകരിക്കാനെത്തിയ ABVP പ്രവർത്തകരെയും SFIക്കാർ ക്രൂരമായി ആക്രമിച്ചിരുന്നു. കാലങ്ങളായി SFIയുടെ ഏകാധിപത്യം നിലനിൽക്കുന്ന ക്യാമ്പസാണ് തോട്ടട ITI. ITI ക്യാമ്പസിൽ KSUവിന്റെ കൊടി സ്ഥാപിക്കുന്നത് SFI പ്രവർത്തകർ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. SFI KSU പ്രവർത്തകർ തമ്മിലടിച്ചു. എടക്കാട് SIയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടി. ഇതിനിടെ ക്യാമ്പസിൽ ഒറ്റപ്പെട്ടുപോയ KSU യൂണിറ്റ് പ്രസിഡന്റിനെ SFIക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ക്യാമ്പസിനുള്ളിലെത്തിയ മാധ്യമ പ്രവർത്തകരെയും SFIക്കാർ ഭീഷണിപ്പെടുത്തി. ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇടി റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ITIയിൽ യൂണിറ്റ് രൂപീകരിക്കാൻ വന്ന ABVP പ്രവർത്തകരെയും സമാനമായ രീതിയിൽ SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. എന്നാൽ SFIക്കാരെ വെല്ലുവിളിച്ച് കോളേജിൽ ABVP യൂണിറ്റ് രൂപീകരിച്ചിരുന്നു. സംഘർഷത്തെ തുടർന്ന് ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ പോലീസ് തീരുമാനിച്ചു. ജനം, കണ്ണൂർ. കാക്കി ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകത്തിന്റെ പ്രശാന്ത് IASുമായി ശ്രീജിത്ത് പണിക്കർ നടത്തിയ പ്രത്യേക അഭിമുഖ പരിപാടി കാണാം. നമസ്തേ.